ഹായ് ഗായ്സ്, ഏവർക്കും വി എൻ ഷൈൻ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ്, എല്ലാവരും കൊണ്ടാടുന്ന മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ഈ ഒരു പടം ഞാൻ കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്താണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു പടത്തിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഏതെങ്കിലും ഡയറക്ടേഴ്സ് കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് മാരക പടം തന്നെയാണ്, സൂപ്പറാണ് സംഭവം. നാച്ചുറലായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് അതിൽ പറയുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം കേട്ടോ. കാരണം ആ ഒരു നമ്മളിപ്പോൾ തിയേറ്ററിൽ AC ഇട്ടിട്ട് ഇങ്ങനെ കാണുമ്പം ആ ഒരു ഫീലൊന്നും വേറെ തന്നെയാണ്. കാരണം നമ്മൾ കൊടൈക്കനാലാണ് ആ ഒരു ഫുള്ള് കാണിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ എത്തിയൊരു ഫീൽ ഉണ്ടാവും. പിന്നെ മഴ പെയ്യുന്നതിൻ്റെ സൗണ്ട് എഫക്റ്റ് ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ പലതും സെറ്റ് ഇട്ടാന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടത് ഭാഗ്യത്തിന് സിനിമ കണ്ടതിൻ്റെ ശേഷമാണ്. ഇപ്പം എല്ലാ ഇൻ്റർവ്യൂവിലും അവർ പറയുന്നുണ്ട്, പക്ഷെ അത് പറയേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കാലം കഴിഞ്ഞിട്ട് പറഞ്ഞാലും മതിയായിരുന്നു. കാരണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ മൂവി. ഗ്രേറ്റ് ഫിലിം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡയറക്ഷൻ ഒന്നും പറയാനില്ല. ഡയറക്ടർ ഹാറ്റ്സ് ഓഫ് യു, അടിപൊളി പടമാണ്. പിന്നെ ഞാൻ ഇത് കണ്ടിട്ട് ഇപ്പോൾ 3 ദിവസമായി. ഇതുവരെ എന്താണ് റിവ്യൂ ഇടാഞ്ഞെന്ന് വെച്ചാൽ അതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ ഇട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഗ്രേറ്റ് ഫിലിം. പിന്നെ ഗർഭിണികളായിട്ടുള്ളവർ, അതേപോലെ തന്നെ കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാരൊന്നും അധികം കാണാൻ പോണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നുവെച്ചാൽ പടം മോശമായിട്ടല്ല, പടം അത്രയും നല്ലതായതുകൊണ്ടാണ്. കാരണം അത് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിന് ഫീലാക്കുന്നൊരു സംഭവമാണ് അതിൽ കാണിക്കുന്നത്. അപ്പം ഭയങ്കര വിഷമം തോന്നും, എന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി തോന്നും. ശരിക്കുള്ള മഞ്ഞുമൽ ബോയ്സ് അനുഭവിച്ചതിലും കൂടുതലാണെന്ന് അവർ മലയാളം ഇൻ്റർവ്യൂവിൽ അധികമൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ തമിഴ് ഇൻ്റർവ്യൂവിൽ തമിഴ്നാട്ടുകാരായിട്ടുള്ള ചിലർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ അതിലവർ പറയുന്നുണ്ട് അവിടുത്തെ പോലീസുകാർ ചെയ്ത ക്രൂരതകൾ അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല എന്ന്. കാരണം അത്രയ്ക്ക് ഇതാക്കി കഴിഞ്ഞാൽ നാടിനെ വെറുതെ അവഹേളിക്കുന്ന പോലെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിക്കാത്തതാണെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടില്ല എങ്കിൽ അതൊന്നും എടുത്തു നോക്കൂ കേട്ടോ. ഇപ്പോഴും യൂട്യൂബിലുണ്ട്. SS മ്യൂസിക് എന്ന് പറയുന്ന ചാനലാണ് അവരുടെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നത്. അപ്പോൾ അതിലവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ആ തല്ലുന്ന സീനൊക്കെ ഒറിജിനലായിട്ട് തല്ലി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിന് ആ തല്ല് കിട്ടിയാൽ മാത്രമല്ല, അവരവിടെ നിന്ന് വരാൻ കാരണമായത് കാശ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പോലീസുകാർക്ക്. പക്ഷെ അതൊന്നും സിനിമയിൽ കാണിച്ചിട്ടില്ല. എന്തായാലും എല്ലാവരും സിനിമ കാണുക, സൂപ്പർ മൂവിയാണ്. നിങ്ങൾക്ക് എന്തായാലും ക്യാഷ് നഷ്ടം വരില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം, 100%. ഓക്കെ ഗായ്സ്, അപ്പം അടുത്ത അടിപൊളി പടം വരും എന്ന പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അടുത്ത പടം വന്നിട്ട് വേണം അതിൻ്റെ റിവ്യൂ ഞാൻ പറയും. സത്യസന്ധമായിട്ടേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുള്ളൂ. ബ്രഹ്മയുഗത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല, നല്ല മൂവിയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത പടം ഞാൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും വരുന്നതാണ്. ഓക്കെ, ദെൻ സ്റ്റേ ട്യൂൺഡ് ഓൺ ദിസ് ചാനൽ. സി യു ദെൻ, ബൈ.